ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്നും മിനി കാപ്പനെ മാറ്റി. ഇടതംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് VC നിലപാടെടുത്തു. കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്കാണ് പകരം ചുമതല. സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെ മിനി കാപ്പൻ ചുമതലയൊഴിയും. നിലവിൽ യോഗത്തിൽ മിനി കാപ്പൻ പങ്കെടുക്കുന്നുണ്ട്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ മിനി കാപ്പൻ ആയിരുന്നു പ്രശ്നം. മിനി കാപ്പനെ മാറ്റി പകരം രശ്മിക്കാണ്, ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്കാണ് പകരം ചുമതല നൽകുന്നത്. അതിൽ സിൻഡിക്കേറ്റിന് പ്രശ്നമില്ല എന്നാണോ? ഒരു പരിധിവരെയെങ്കിലും സിൻഡിക്കേറ്റിന്റെ ആവശ്യം വിജയിച്ചു എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സിൻഡിക്കേറ്റിനെ ഏറെ കുഴക്കിയിരുന്നത് ഈ മിനി കാപ്പൻ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം യോഗത്തിൽ പങ്കെടുത്താൽ അവരുടെ രജിസ്ട്രാർ സ്ഥാനം അംഗീകരിക്കുന്നതിന് തുല്യമാകില്ലേ എന്നതായിരുന്നു. ഇത് പ്രകാരം ഈ യോഗം ഇന്ന് ആരംഭിച്ച മുതൽക്കേ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധം മിനി കാപ്പനെതിരെ ഉയർത്തി. കാരണം ആരാണ് മിനി കാപ്പൻ എന്ന ചോദ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തിയത്. സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ അല്ല മിനി കാപ്പൻ. മിനി കാപ്പൻ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അറിയാതെ വൈസ് ചാൻസലർ സ്വന്തം നിലയ്ക്ക് മാത്രം നിയമിച്ച അനധികൃത രജിസ്ട്രാറാണ് എന്ന വാദം ഇടതംഗങ്ങൾ ഉന്നയിക്കുകയും വലിയ തരത്തിലേക്ക് പ്രതിഷേധമുണ്ടാവുകയും യോഗത്തിൽ ബഹളമയമാവുകയും ചെയ്തു. ഒടുവിൽ ഈ പ്രതിഷേധത്തിന് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ അംഗീകരിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ജോയിന്റ് രജിസ്ട്രാറായ രശ്മിക്കാണ് പകരം രജിസ്ട്രാർ ഇൻചാർജിന്റെ ചുമതല. നിലവിൽ രജിസ്ട്രാർ സ്ഥാനത്ത് ഈ മിനി കാപ്പൻ തന്നെ യോഗത്തിൽ തുടരുന്നുണ്ട്. യോഗത്തിലെ തീരുമാനം ഔദ്യോഗികമായി മിനിറ്റ്സായി മാറിയതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി മിനി സി കാപ്പൻ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടും. പകരം രശ്മി ആറിന് ചുമതല നൽകും. ആ തീരുമാനം ഉണ്ടായതോടുകൂടി തന്നെ സിൻഡിക്കേറ്റിന്റെ ആവശ്യങ്ങളിൽ ഒരു പകുതി പ്രധാനമായും സ്ഥാപിക്കപ്പെട്ടെടുത്തു. മറുപകുതി ഈ അനിൽകുമാറിന്റെ സസ്പെൻഷൻ സംബന്ധിച്ച കാര്യമായിരുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയായി എങ്കിലും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയായിരുന്നു. ഇതോടുകൂടി തന്നെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിച്ചു. മിനി കാപ്പനെ നീക്കിയതോടുകൂടി തന്നെ ബഹളവും അവസാനിച്ചു. യോഗം മറ്റ് അജണ്ടകളിലേക്ക് കടന്നിരിക്കുകയാണ്. PhD പ്രബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അജണ്ടകളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയപരമായ ഒരു പരിധിവരെയെങ്കിലും ഇടത് സിൻഡിക്കേറ്റിന്റെ വിജയമാണ് എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം ഈ ഇടതംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം ഈ അൽകുമാറിന്റെ സസ്പെൻഷനോ മിനി കാപ്പന്റെ ചുമതലയോ ഒരു തരത്തിലും സിൻഡിക്കേറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുത്ത കാര്യമല്ല. കാരണം രജിസ്ട്രാറുടെ നിയമനാധികാരി സിൻഡിക്കേറ്റ് യോഗമാണ്, സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ അല്ലാതെ രജിസ്ട്രാറെ നിയമിക്കാനോ പുറത്താക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തീരുമാനങ്ങളും, സസ്പെൻഷനും മിനി കാപ്പന്റെ ചുമതലയും നിയമവിരുദ്ധമാണെന്ന് ആദ്യം മുതൽ ഇന്ന് രാവിലെ ഈ നിമിഷം വരെയും സിൻഡിക്കേറ്റ് വാദിച്ചിരുന്നു. ഒടുവിൽ ആ തീരുമാനം, മിനി കാപ്പന്റെ ചുമതല സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്ത തീരുമാനം അതിലെ ഇടതംഗങ്ങൾ എതിർത്തു. സിൻഡിക്കേറ്റ് യോഗം വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം മിനി കാപ്പനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുള്ള കർശന നിലപാടിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിന്നതോടുകൂടി തന്നെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ VCക്ക് വഴങ്ങേണ്ടി വന്നു. ഒടുവിൽ മിനി കാപ്പനെ ഏറെ നാളുകൾക്ക് ശേഷം 2 മാസം നീണ്ട യുദ്ധത്തിന് ശേഷം വിട്ടുവീഴ്ചയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്നും മിനി കാപ്പനെ മാറ്റുകയാണ്. ഇടതംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു VCക്ക്. കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്കാണ് പകരം ചുമതല.